ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ സബ്ജക്റ്റ് അടിപൊളിയാണ് കേട്ടോ. വൈ യു ആർ സ്റ്റിൽ സിംഗിൾ. എന്താണ് നിങ്ങൾ ഇപ്പോഴും സിംഗിളായിരിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഈ ഒറ്റയ്ക്കുള്ള ജീവിതം? അതാണ് കേട്ടോ ഇന്നത്തെ സബ്ജക്റ്റ്. സംഗതി കുറച്ച് അടിപൊളിയാണ്. ഇതിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് നെസ്റ്റോയിലേക്ക് കുറച്ച് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണ വഴിയാണ് കേട്ടോ. റൂമിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരമുള്ളൂ, അധികം ദൂരമൊന്നുമില്ല. പോയിട്ട് പെട്ടെന്ന് വരും. എന്തായാലും പോകുന്ന യാത്രയിൽ നമുക്ക് സംസാരിച്ച് പോകാം. ഇത് ഇന്നത്തെ ഈ സബ്ജക്റ്റ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിനക്ക് ഈ കുടുംബവും കുട്ടികളും പ്രാരാബ്ദവും ടെൻഷനൊന്നും വേണ്ടേന്ന് ചോദിച്ചു. നമുക്കിപ്പോൾ പ്രാരാബ്ദവും ടെൻഷനും ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേണ്ട എന്നല്ലേ പറയുള്ളൂ. കല്യാണം കഴിക്കാത്ത ഒരാൾക്കും ഇതിനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലായിരുന്നല്ലോ കേട്ടോ. എന്നാൽ കല്യാണം കഴിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഈ സിംഗിൾ ലൈഫിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡിവോഴ്സ് ചെയ്ത ഒരാൾക്ക്, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഡിവോഴ്സ് ആയ ഉടനെ തന്നെ നമുക്കൊരു ചിന്ത ഉണ്ടാവും, എന്നാൽ പിന്നെ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പാർട്ട്ണറിനേക്കാൾ നല്ല അടിപൊളി പാർട്ട്ണറെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ഈ കൊല്ലം അല്ലെങ്കിൽ ഈ അടുത്ത സമയങ്ങളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് കെട്ടിക്കളയണം, അവരെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഒരാഗ്രഹം എനിക്കും ഉണ്ടായി. എൻ്റെ കല്യാണം 2017 ലാസ്റ്റിലായിരുന്നു. 2018 അടുപ്പിച്ച് ഡിവോഴ്സ്, എൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് 2019 മറ്റേ ഡിവോഴ്സായിട്ടുള്ള പേപ്പറൊക്കെ കോടതിയിൽ നിന്ന് കിട്ടിയത്, എല്ലാം സെറ്റായത്. ഓക്കെ, അന്ന് ഈ പറഞ്ഞ പോലെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായി. ഈ പറഞ്ഞ പോലെ അവളെക്കാൾ നല്ലൊരു പെണ്ണെ ഇപ്പം തന്നെ കല്യാണം കഴിച്ച് കൂടെ പറപ്പിച്ച് അവളുടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞെടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കും ഉണ്ടായി. പക്ഷേ നമ്മൾ അങ്ങനെ ഒരാളോടുള്ള റിവെഞ്ചിൻ്റെ പുറത്ത് നമ്മൾ വേറെ ആളെ അവളെക്കാൾ അടിപൊളി ഒരു പെണ്ണാണ്ട് റിവെഞ്ചിൽ പിടിച്ചതിന് കെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഈ ഐസ് കെട്ടയുടെ പുറത്ത് പെയിൻ്റ് അടിക്കുന്ന പോലെ ഉണ്ടാവും. ഈ മറ്റേ ഇതിൽ കേട്ടിട്ടില്ലേ, സഹാറ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ മോനേന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരാവശ്യമില്ല. അത് എന്നാൽ പിന്നെ 2019 ദിവസമൊക്കെ ആയി, 2020 ആയപ്പോഴേക്കും കൊറോണയായി, കോവിഡായി, പിന്നെ എൻ്റെ ജോലി നഷ്ടപ്പെടലായി, പിന്നെ 2022 അവസാനം അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് മുമ്പുണ്ടായിരുന്ന രാജ്യത്ത് നിന്ന് GCC ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വരലായി. നാട്ടിൽ വന്നപ്പോഴാണെങ്കിലോ വലിയ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു എൻജിനീയറിന് നാട്ടിലാകെ 15,000, 16,000, 17,000 കൂടുതൽ ശമ്പളം ഇല്ല. 17,000 കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. 15,000 കൂടുതൽ ഒരു മനുഷ്യൻ തരില്ല. അതാണ് എൻജിനീയർമാരുടെ അവസ്ഥ നാട്ടിൽ. അപ്പോൾ എന്നാൽ പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ വേണ്ട, എന്നാൽ വെയിറ്റ് ചെയ്യാം, കുറച്ചും കഴിയട്ടെ എന്ന് ഓർത്തു. അങ്ങനെ 2022 കടന്നുപോയി, 2023 കടന്നുപോയി, 2024 എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരി പുറത്തെ രാജ്യത്ത് പോയി ജോലി അന്വേഷിക്കണം എന്നുള്ള മൈൻഡിൽ വന്നപ്പോഴാണ്. മുമ്പ് നാട്ടിലിരുന്ന് ഫുള്ള് എല്ലാ കമ്പനികൾക്കും നിന്ന് തച്ചിനിരുന്ന് റെസ്യൂം അടിച്ചു വിട്ട് നടന്നിട്ട പരിപാടി. ഈ 12 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് എന്നെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകുന്നതെന്ന് വിചാരിച്ചേ. എന്നെ കാക്ക കൊത്താൻ വന്നല്ലാതെ ആരും കൊത്താൻ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ജോലി തേടി ജോലി കണ്ടുപിടിച്ച് എല്ലാം സെറ്റായിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞു. മതി എന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെ ഈ 2019 2024 ഒരു ഏകദേശം ഒരു 5 കൊല്ലത്തെ ഗ്യാപ്പായി. ഈ ഗ്യാപ്പിൽ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും സുഖമുള്ളൊരു പരിപാടി എൻ്റെ പൊന്നു മക്കളെ. അത് ഈ പറഞ്ഞ പോലെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് ഇത് അനുഭവം ഉള്ളവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുണ്ടോ? ഇതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറി കെട്ടിയോടും അല്ലെങ്കിൽ ഭർത്താവൊക്കെ ഉള്ളവർക്ക് ഓടിക്ക് പോയി സിംഗിളാവാന്നുള്ളതല്ല കേട്ടോ. സിംഗിൾ ലൈഫ് അനുഭവിച്ച് വന്നവർക്ക് അതിൻ്റെ സുഖം മനസ്സിലാവുള്ളൂ. അങ്ങനെ ആ ഒരു സുഖമൊക്കെ ഇങ്ങനെ അനുഭവിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ബഹ്റിനിൽ വന്നത്. ബഹ്റിനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ കഫ്തീരിയയിലെ ചെക്കനാട്ടോ. അവനോട് ഞാൻ പറഞ്ഞാൽ യൂട്യൂബിൽ ഇട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ധൈര്യമായിട്ട് ഇട്ടോ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നമ്മുടെ കുറ്റിയാടിയുള്ള ചെക്കനാണ്. ഇവിടെ കഫ്തീരിയ എടുത്തണം, അത്യാവശ്യം തെറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ബഹ്റിനിൽ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇടയ്ക്ക് കഫ്തീരിയയിൽ വന്ന് ചായ പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഇവരെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ കമ്പനി, വേറെ ആരുമില്ല. ഓക്കെ, കം ടു ദി പോയിന്റ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ജോലിയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാനത് ഇവിടെ ബഹ്റിനിലെത്തി അത്യാവശ്യം ജോലിയും കാര്യങ്ങളും ഇപ്പോൾ സെറ്റായി. ഇനി കെട്ടണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇനി അങ്ങോട്ട് കെട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലൊരു. കാരണം എന്തിനാ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്തൊരു വള്ളിക്കെട്ട്? ഇപ്പം ഇതിങ്ങനെയാണ് പോയതിന് എന്താ ഒരു കുഴപ്പം? വയസ്സുകാലത്ത് ആര് നോക്കും എന്നുള്ളതൊക്കെയായിരുന്നു വീട്ടിൽ ഉമ്മയുടെ ടെൻഷൻ. ഇപ്പം ഒരു കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ കൂടെയുള്ള പാർട്ണർ വയസ്സാകാലം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? ഒരു ഉറപ്പില്ല. പിന്നെ വയസ്സുകാലത്ത് നമ്മൾ വയ്യാണ്ടായി കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു പെണ്ണിനെ അല്ലല്ലോ നമ്മൾ കെട്ടേണ്ടത്. അന്ന് നമ്മൾ വയ്ക്കേണ്ടത് ഒരു ഹോം നേഴ്സിനെയാണ്. അന്ന് ഞാൻ കയ്യിൽ കാശും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഹോം നേഴ്സിന് വയ്ക്കും. അത് മതി. പിന്നെ നമ്മൾ ഈ അങ്ങനെ വയസ്സാകാലത്ത് ആരെങ്കിലും വേണ്ടേ എന്നോർത്തിട്ട് നമ്മൾ ഇപ്പോഴേ ഒരു തലവേദന എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു മൈൻഡ്. പിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ ജോലി കിട്ടി ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇനി മിങ്കിളാവാനും മതി. മിങ്കിളാവാനുള്ള സകലമാന മനസ്സും മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഉണ്ട് താനും. എന്നാലും എന്തിനീ ആവശ്യമില്ലാത്തൊരു വള്ളി എന്നുള്ളതാണ് ഒരു മൈൻഡിലൊരു വശം. രണ്ടാമത്തെ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇനി ഒരങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള ഒരാളെ നോക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾ മാരേജിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? അത് ഇവിടുത്തെ ഒരു വൈകുന്നേരമൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റിയ സെറ്റപ്പുള്ള സ്ഥലമുണ്ടോ? നമ്മൾ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് മാരേജിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവിടെ ഇങ്ങനെ ഈ വയ്യാത്ത കുട്ടികളും കണ്ണില്ലാത്തവരും കാഴ്ചക്കുറവുള്ളവരും കേൾവിക്കുറവുള്ളവരൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് പേര് ആലോചന വരാറുണ്ട്. അതിൽ നിന്ന് അതിൽ പറഞ്ഞാൽ ഞാനങ്ങനെ കയറി സെലക്ട് ചെയ്യാമെന്നുള്ള ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കാൻ ചെയ്തുള്ളൂ കേട്ടോ, പറയാൻ പറ്റില്ലേ. എനിവേ, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പേ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ്. എന്നാൽ സിംഗിൾ ആണെന്ന് വെച്ചാൽ സിംഗിളാണ്, കമ്മിറ്റഡ് ആണെന്ന് വെച്ചാൽ കമ്മിറ്റഡ് ആണ്. ആ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അങ്ങനെ വയസ്സാം കാലത്ത് മക്കൾ നോക്കുമോ ഭാര്യ നോക്കുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് 3-4 പിള്ളേരും കെട്ടിയോളും ഒക്കെ ഉണ്ടായിട്ടും വയസ്സാം കാലത്ത് ഇവർ നോക്കുമെന്നുള്ളൊരു ഉറപ്പിൽ നമ്മളങ്ങോട്ട് ജീവിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മണ്ടത്തരം എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് അതൊക്കെ ഓർത്തുള്ള ജീവിക്കണേ. നമുക്ക് അങ്ങനെ മണ്ടത്തരം എന്ന് പറയാൻ പറ്റുമോ? അയ്യോ, ഈ 18-ാം പടി കയറുമ്പോൾ മനസ്സിലൊരു ടെൻഷനാണ്. അതാണ് സിംഗിൾ ലൈഫ്. ഇപ്പോൾ അതിൽ ഇനി വേറെ ചർച്ച കാര്യങ്ങളൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പോട്ടേന്ന് വെച്ചേക്കാണ് ഞാൻ. ഇതിനകത്ത് ഇനി ഈ പറഞ്ഞ പോലെ വേറൊരു ലൈഫിലേക്ക് ഇനി മുന്നോട്ട് കടക്കാനായിട്ട് ഇപ്പോൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ഈ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. വെക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനി റൂമിലേക്ക് പോകാൻ. ഈ റൂമിൻ്റെ അവസ്ഥ നേരത്തെ ഞാനൊരു വീഡിയോയിൽ ഇട്ടതാണ്. ഇപ്പോൾ ഒന്നും കൂടി കണ്ട് നിങ്ങളൊന്നും കൂടി ഞെട്ടിക്കുമോ? ഇപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെയുള്ള റൂമിലുള്ള ഒരാൾ ഒരു പെണ്ണെ കെട്ടാന്ന് പറഞ്ഞാൽ എന്തായാലേ? വെറുതെ എന്തിനാ പെണ്ണിൻ്റെ ജീവിതം കൂടി കളയണേ? നമ്മളെ പെട്ട്. ഏതായാലും കമ്പനി റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മാറും. എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആരും അതിനാണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൂടിയൊക്കെ ചെയ്ത് കേട്ടോ. പ്ലീസ് കേട്ടോ. ഇഷ്ടമാവും.